ഗെറ്റിംഗ് അൺറെഡി. അപ്പൊ നവരാത്രി അവസാന ദിവസം ഗർഭയൊക്കെ കളിച്ച് വന്നപ്പോൾ വിജയദശമിയുടെ പ്രസാദം മമ്മി എനിക്ക് തന്നു. അതൊക്കെ കഴിച്ചിട്ട് ഞാൻ ഇവിടെ ജ്വല്ലറീസ് ഊരുണ്ട്. അപ്പൊ 9 ദിവസം ഡ്യൂപ്ലി ആയിട്ടുള്ള ഓക്സിഡൈസ് ജ്വല്ലറീസ് ഒക്കെ ഇട്ട് എന്റെ കയ്യുമൊക്കെ അലർജി പിടിച്ച് പൊട്ടി. അതും പണ്ടാറടങ്ങി പഴുത്തു. ഞാൻ ഇവിടെ ഹാങ് ഓവറിന് ഒരു കുറവുമില്ല. എന്നിട്ട് ഞാൻ ഇവിടെ ഭയങ്കര പാടുപെട്ടുള്ള ഒരു അവസ്ഥയാണ്. കാരണം മുടി അഴിക്കാന്നുള്ളതാണ് ഏറ്റവും വലിയ ടാസ്ക്. എന്നാൽ എന്താ ഹീറ്റ്ലെസ് ആയിട്ടുള്ള ഫ്രണ്ട് കേൾസ് നമുക്ക് കിട്ടില്ല. അപ്പൊ പെട്ടെന്ന് എനിക്ക് ഓർമ്മ ഞാൻ കൈ കഴുകിയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ കൈയൊക്കെ കഴുകി വന്ന് തലയ്ക്ക് കുറച്ച് സ്വയം കൊടുത്ത് മുടി എടുത്ത് ഞാൻ കെട്ടി വേസ്റ്റ് ബാഗ് ഊരി വെച്ചതിന് ശേഷം ഞാൻ ഇവിടെ പാട്ട് പാടിക്കൊണ്ട് ഞാൻ ഇവിടെ ഡ്രസ് ചേഞ്ച് ചെയ്തു. വളരെ തോറായിട്ടുള്ള കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു നൈറ്റ് സൂട്ടിലേക്ക് മാറി. എനിക്ക് പെട്ടെന്ന് ഓർമ്മ എന്റെ കാലിന്റെ ബാൻഡേജ് അത് ഊരണം എന്നുള്ളത്. പ്രാണം പോയി പണ്ടാറാണ്. ഫുൾ നൈറ്റ് ഗർഭാരനെ ഇവിടെ ഒട്ടുക്കത്ത ഉറക്കം വന്നോണ്ടിരിക്കരുത്. പക്ഷെ കുരുക്കളെ പേടിച്ചെനിക്ക് മേക്കപ്പ് ഒഴിക്കണത് ഞാൻ എന്റെ ഒപ്പം തന്നെ എന്റെ ക്യാമറയെ ബോധം കേട്ടു. നെയിൽ പോളിഷ് അമേസിംഗ് ആയിരുന്നു. പക്ഷെ എനിക്ക് നെയിൽ പോളിഷ് ചെയ്യുന്നവരും വച്ചിരിക്കണം അത്ര ഇഷ്ടമല്ല. അതുകൊണ്ട് ഞാൻ അതിനെ റിമൂവ് ചെയ്തു. അതിന്റെ സ്റ്റെയിൻ കുറച്ചുണ്ടായിരുന്നു. അപ്പൊ അതിനെ റിമൂവ് ചെയ്തു. ഫേസ് വാഷ് ചെയ്തു, എന്നിട്ട് ബോഡി വാഷ് ചെയ്തു, എന്നിട്ട് ആലം അപ്ലൈ ചെയ്തു, എന്നിട്ട് ഷാംപൂ ചെയ്തു. നെയിൽസ് സോഫ്റ്റ് ആയപ്പോൾ ഞാൻ അതിനെ കട്ട് ചെയ്തു. എന്നിട്ട് ഞാൻ